അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കളീൻ്റെ എന്തായാലും പാർട്ട് 2 ആയിട്ടാണ് റാപ്റ്ററെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ റാപ്റ്റർ എന്താ കരിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. കരിഞ്ഞതല്ല, സത്യം പറഞ്ഞാൽ ഇരുടായതുകൊണ്ടാണ് ഇത്രയൊരു ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ആരോ ഉണ്ടല്ലോ നമ്മുടെ ഗിഗനാറ്റോസോറസാ അല്ല, ഗാലിമൈമസാ, പ്രശ്നമല്ല. നമുക്ക് എന്തായാലും സൈഡ് പിടിച്ചങ്ങ് പോവാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കണക്കാക്കിയാൽ മതി. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുത്തന്നെ ഇങ്ങോട്ട് നിന്റെ പേരിൽ കംപ്ലൈന്റ് ഇടില്ല. നീ ഇന്നലെ ഉഴുന്നൊക്കെ തോളിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോളാ? ആരുടെ അത്? അതിൻ്റെ വായിൽ അതിന് വാകുക. ഇങ്ങോട്ട് വാടാ. പാർട്ട് പോയി കാണാം, എന്നാലേ സെക്കൻഡ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ എന്തായാലും പറഞ്ഞാൽ നമ്മൾ ഒരുത്തനെ പിടിക്കണം, അതായത് ഒരുത്തനെ ഹണ്ട് ചെയ്യണം. അത് ഇവനാണ്. ആ പോകുന്ന മുതൽ അവൻ വെള്ളത്തിലേക്കാണ് പോകുന്നത്. അവനാണ് നമുക്ക് ഇന്ന് ഹണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവനെന്തായാലും മുന്നിൽ തന്നെ വന്ന് നന്നാക്കി വെള്ളത്തിലിറങ്ങട്ടെ, എന്നാലേ അവനെ കിട്ടുള്ളൂ. അവൻ വെള്ളത്തിലിറങ്ങിയ ഡേഞ്ചറാണ്. അവൻ വെള്ളത്തിലൂടെ ഇര പിടിക്കുന്നൊരു ദിനോസറാണ്. അതിൻ്റെ എന്തോന്ന് പറഞ്ഞേനു. ചാടിക്കേറ്. റാപ്റ്റർ ഒരു പ്രത്യേകതയാണ് ഈ ചാടിയുള്ളൊരു അല്ല കയറൽ. പറഞ്ഞെല്ലാം തെറ്റിപ്പോയനെ. അവനവിടെ പോയാ ഞാനിപ്പുറത്തെ കരയിൽ വന്നാലും അവൻ അപ്പുറത്തെ കരയിൽ പോയി. വാടാ, ഒരു ഫൈറ്റ് എടുക്കാനുണ്ട്, നീ വാ, ധൈര്യമുണ്ട് വാ. അവനില്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മറ്റാരെങ്കിലും നോക്കാം. ഇവനങ്ങനെ വെള്ളത്തിൽ നിന്ന് അടിയാകുന്നതുകൊണ്ട് ഇവൻ്റെ വേറെ ആരെങ്കിലും ഉണ്ടാവും, ഇവനെ പോലെ തന്നെയുള്ള അവന്മാരാരെങ്കിലും ഒരുത്തമ്പടെ ഇല്ലാണ്ടെന്ന്. അവിടെ ഒരു ഫൈറ്റ് കിടക്കുന്നുണ്ട്. വാ 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 പോയി നോക്കാം ആരെ തമ്മിലെ ഫൈറ്റ്. ഇതിൻ്റെ വലിയ വേർഷനായിട്ടാ ഫൈറ്റ്. കയ്യട്ടെ. ചത്ത ആരാ ചത്തേ? എന്തടാ മുട്ടി നോക്കുന്നേ? ഇതിൽ ആര് ചാവൂ ഒന്നോ? അങ്ങനെ അലോസോറസിനെ മൂപ്പര് തട്ടിയിട്ടുണ്ട്. ഇനി മൂപ്പര് നമ്മളാണ് തട്ടുന്നത്. തട്ടി നമ്മൾ തട്ടി. അത്രയുള്ളൂ. ഇതൊക്കെ നമ്മൾക്ക് ആനവായിൽ അമ്പഴങ്ങയാണ്. ഫുഡടിക്കട്ടെ. ഇതുവരെ ചാനൽ ഇങ്ങനെ കണ്ടുകുത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്ര തന്നെ. അങ്ങനെ ഫുഡടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നടത്തിയത് ഒരു ശരിയായ ഹണ്ടല്ല, അതെനിക്കും അറിയാം. ഇവിടെ അടുത്താരുണ്ടോ? ഈ ചെറിയ ഏറ്റിങ്ങൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ദിനോസർ വന്ന് പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ ഒരു ലേഖല്ലോ? ഓക്കെ, നമുക്കെന്തായാലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി നോക്കാം. ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോന്ന്. റാപ്റ്ററെ വെല്ലാൻ മറ്റാരുണ്ടാവാൻ? ടീറക്സ് ഉണ്ടാവും ഇവിടെ അടുത്തെവിടെയെങ്കിലും. ടീറക്സിൻ്റെ ഒരു ടെറിട്ടറിയാണ് ഇവിടെ. നമുക്കെന്തായാലും ഇങ്ങോട്ട് ഇങ്ങനെ ചുറ്റി നടന്നു നോക്കാം. ഇവിടെ എങ്ങാനും അണ്ണനെ കണ്ടീനോ? കണ്ടിട്ടോ? അണ്ണൻ ആടുണ്ട്. അതാ ആടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. മൂപ്പരാകുമ്പോൾ നല്ല ഫുഡും കിട്ടും, അടിപൊളിയായിട്ട് ജീവിക്കാനും പറ്റും. എന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ ടീറക്സ് ആയിട്ട് വന്നീനു. അന്നേരം ആര് കമൻറ്റ് ഒന്നുമില്ലല്ലോ. ദൈവമേ, പിടിച്ച് തിന്നുവോ? നമുക്ക് എന്തായാലും വെള്ളം കുടിക്കാം. ടീറക്സ് മറ്റേ അത് നീളമുള്ള തെങ്ങ് പോലത്തെ ദിനോസറിനെ പിടിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും അത്ര വിഷയമേ അല്ല, അതുകൊണ്ട് നമ്മൾ വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല ക്ലൈമറ്റ് അല്ലേ? ഈ സമയം ഒന്ന് മഴ പെയ്യാണ്ടിരുന്നാൽ മതി. വീഡിയോ എടുക്കാൻ നല്ല സുഖ. അങ്ങോട്ട്
ആടാരാ? ആ തെങ്ങാള് തെങ്ങ് മേലെ. ആ ആ മറ്റേ വാലോണ്ട് അടിക്കുന്നേ വേഴ. ഇതൊക്കെ നമ്മളെത്ര കണ്ടതാ. അല്ല പിന്നെ ഇനി നമ്മൾ എന്തായാലും അലോസോറസിൻ്റെ അടുത്തൊന്ന് പോകണം. അലോസോറസുമായിട്ട് ഒരു ഫൈറ്റ് എടുക്കണം. നമ്മുടെ പൊതു ശത്രുവാണ്. അതുകൊണ്ട് വാലുകൊണ്ടൊരു ഫൈറ്റ് എടുത്ത്, അല്ല വാലുകൊണ്ട് ഓനുമായിട്ടൊരു ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. അമ്മോ ഇത് സ്ഥലം വേറെയാണല്ലോ. ഈ മറ്റേ പറക്കുന്ന ടീമെല്ലാം ഉണ്ടല്ലോ. ഇതാരാ ഏതിലൂടെയൊക്കെയാണ് നടക്കുന്നത്? ചീ ഞാനില്ല. അയ്യോ പൈൻ്റെ വായിലായേനെ. ആരോ ഇങ്ങോട്ട് വരുന്നു. ഒച്ച കാലിൻ്റെ. ആരാ അത്? ആരുമില്ല. പൈൻ്റെ കാലിൻ്റെ ഇടയിൽ കുടുങ്ങി പോകുകയും. നമുക്കിതൊന്നും വിഷയമേ അല്ല. നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചിരിക്കും. എന്താടാ മുട്ടി നോക്കുന്നോ? റാപ്റ്റർ അടുത്ത് മുട്ടാൻ നീ ആയിക്കില്ല കേട്ടോ. വാടാ അത്രേ ഉള്ളൂ. എടേ ഞാൻ പേശി എന്നെ കാണാൻ ടൈപ്പായി. നമുക്കിതൊന്നും അനവായി അമ്പങ്ങ അത്രേ വിഷയമുള്ളൂ. നമ്മളിതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട. നമ്മുടെ ഫൈറ്റിംഗ് ജീവിതത്തിലെ ചെറിയ എന്തോ കല്ലുകളാണ്. അതാരാ? ഓ വാല് കറക്കി അടിക്കുന്നത്. ഒരിടത്ത് അധികം കളിക്കുന്നത്ര സേഫല്ല. ആ പറക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര മുട്ടാൻ താല്പര്യമില്ല ഓലുമായിട്ട്. ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ ഫുഡ് അടിക്കണം. എന്നിട്ട് എന്തായാലും നമ്മളിന്ന് ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും നമുക്കൊരു പറ്റിയൊരു എന്താ പറയുക, ഒരു മച്ചാന ഒപ്പരം കൂട്ടണം. എന്നിട്ട് ഇങ്ങനെ കാട് ഇങ്ങനെ തെണ്ടി നടക്കണം. അതാണ് പ്ലാന്. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, അത്ര തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മോ ഞാൻ അതിൽ കുടുങ്ങിപ്പോയി. ഓക്കെ ഇനി നമ്മളെന്തായാലും ചുറ്റിത്തിരിഞ്ഞ് ആരാ ഞാനില്ല. ഞാൻ ആരായിട്ട് ഫൈറ്റ് എടുക്കാൻ താല്പര്യമില്ല. ആരെങ്കിലും എന്നെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ടോ? അവിടെ ആരോ ഉണ്ടോ പോലെ തോന്നുന്നു. ഹലോ സോർസ്. ഇവൻ്റെ ഒച്ചയാന്നാ കേട്ടത്. ഇവിടെയൊക്കെ അത്ര സേഫ് ആണോയെന്ന് ചോദിച്ചല്ല. എന്നാലും നമ്മളൊരു അലോസോറസുമായിട്ടൊരു ഫൈറ്റ് എടുത്തേക്കില്ലേ, മോശമല്ലേ? അതായത് റാപ്റ്ററേക്കാൾ വലിയൊരു റാപ്റ്ററാണ് ഈ അലോസോറസ് എന്ന് പറയുന്ന ജീവി. ജീവിയല്ല, ദിനോസർ. അവരെ ഫൈറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മക്കിതൊക്കെ ഉണ്ടോ പുത്രി? ഇവിടെ മാപ്പിളെ ഇവിടെ ഞാൻ റാപ്റ്ററാ. ഞാൻ വെറുതെ പോയി ചൊറിഞ്ഞ കേട്ടോ, ഒരു കാര്യമില്ലേനു. മൂപ്പരായിട്ട് വലിയ പ്രശ്നത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എന്താ ലാഗ്? മൂപ്പരായിട്ട് അങ്ങനെ വലിയ പ്രശ്നത്തിന് നിൽക്കാത്തതാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കുറച്ചുകൂടെ അഗ്രസീവാണ്, പിന്നെ ഡേഞ്ചറുമാണ്. എന്നെപ്പോലത്തെ ഒരുത്തനെ വേറെ എവിടെ കാണുന്നില്ലല്ലോ. അതാ പോകുന്നുണ്ട്. ആടുണ്ട്. കഴിഞ്ഞ കളി കണ്ടേ മച്ചാൻ. അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മച്ചാന്മാരാണ്. അതുകൊണ്ട് ഇവനായിട്ട് ഫൈറ്റ് എടുക്കണ്ടേ. ഫൈറ്റ് എടുക്കണമെങ്കിൽ ഫൈറ്റ് ഞാൻ എടുക്കൂ. എനിക്ക് വിഷയമൊന്നുമില്ല. എനിക്ക് റാപ്റ്ററായിട്ടല്ല ഫൈറ്റ് എടുക്കേണ്ടത്, ഇവനുമായിട്ടാ. ഓ ആള് മാറി മച്ചാനെ, ആള് മാറി. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെ ആക്രമിക്കാൻ നിൽക്കല്ല. ഞാനങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെ ആക്രമിക്കാൻ നിൽക്കല്ല മച്ചാനെ. അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, അറിഞ്ഞുകൊണ്ടല്ല. ആള് മാറിപ്പോയതാ. ഫുഡ് എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ.
അതാണ് നമ്മൾ മൂപ്പർക്ക് മനസ്സിലാക്കി ഞാൻ അറിഞ്ഞുകൊണ്ട് അടിച്ചതല്ലാന്ന്. മൂപ്പര് കണ്ണൊക്കെ എന്തെങ്കിലും ചൂന്നെടുക്കുന്നത്. റാപ്റ്ററാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഞ്ചാവറ്റാനാണോ? ഞാനോ പോടാ. മുണുങ്ങട്ടെ. ഹലോ ബ്രോ, എന്താണ് പരിപാടി? മുണുങ്ങന്നെ, വേറെ ഒന്നുമില്ല ഇല്ലേ? ഞാൻ അത്രക്കാലം നെഹിഹും അഗ്രസീവ് ഒന്നും ആണ്ട. ഞാനങ്ങനെ ആക്രമിക്കുന്ന ടൈപ്പൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കണ്ണ് കണ്ടിക്കോ ചോന്ന് കിടക്കുന്നത്. വാ, പണിയുണ്ട്. ഇത് ഏതാണ്ട് നമ്മുടെ ടെറിട്ടറി ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകേണ്ടതാണല്ലോ. അവനോട് ടാറ്റ കൂടെ പോയി പറഞ്ഞിട്ടുണ്ട്. ഓ ഇതാരാ? ആരാ? എന്ത് വേണം? ഞാനൊരു പ്രശ്നത്തിനുമില്ലേ, വെറുതെ ഇങ്ങോട്ട് മുട്ടാൻ വന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. അപ്പം നമ്മൾ ചാടി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഏരി മോശം തോന്നുന്നു. വെള്ളത്തിൻ്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ലേശം പെട്ടെന്ന് തന്നെ പോയി വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. വെള്ളം വളരെ കുറവാണ്. കുറവ് എന്ന് പറഞ്ഞാൽ തീരില്ല. അത് തന്നെ. ആരാ? ഇവിടെ സ്പൈനോസോറസിനെ കാണാൻ സാധ്യതയുണ്ട്. മൂപ്പര് ഏതാണ്ടൊരു ടെറിട്ടറി ആണ് ഇതും. അതായത് ഇവിടെ ഇങ്ങനെ കാണാറുണ്ട്, ഒരു കിളിക്കുട്ടി കരയുന്ന പോലെ പീക്കു. അതേതാണ്ടാ അങ്ങനെ കരയൂ. അയ്യോ, നമ്മളങ്ങനെ പ്രധാനപ്പെട്ട ആരെയൊന്നും അങ്ങനെ ഹണ്ട് ചെയ്തിട്ടില്ല. ഈ റാപ്റ്റർ ആണെങ്കിൽ ഒരു തിരുവാളിട്ടാത്ത കളിയാണ്. എന്താണ് മച്ചാനെ, എന്താ പ്രശ്നം? ഇപ്പോൾ ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അതാണ് നമ്മളായിട്ട് നേരത്തെ ഒരു ഫൈറ്റ് എടുക്കാൻ നോക്കിയത്. പക്ഷേ മൂപ്പർക്ക് മനസ്സിലായി നമ്മൾ ആക്രമിക്കാൻ വന്നതല്ലാന്ന്. അതുകൊണ്ട് ഇവിടെ ഒരുത്തനെ കാണുന്നുണ്ട്. ഞാൻ അവനെ ഒന്ന് പിടിച്ച് ചാമ്പട്ടെ. അബ്ബാ, നമ്മക്കിതൊന്നും പുത്തിരിയല്ല മോനെ. ഇവിടെ ഫൈറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അണ്ണാക്ക് പിടിച്ച് കയറും. കൊട്ടി അത്ര ഉള്ളൂ. കഴിഞ്ഞ കളിയിൽ ഇവനെ ഞാൻ കൊന്നിക്ക്. അതായത് വീഡിയോൻ്റെ അവസാനം. ഇപ്രാവശ്യവും അവനെ ഞാൻ വെറുതെ വിട്ടിക്കില്ല. ഇപ്രാവശ്യം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവനെ ഇന്ന് വേട്ടയാടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മുതലേ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.